തമിഴ്നാട് പഴനി വയലൂരിൽ കാർ അപകടത്തിൽ 2 മലയാളികൾ മരിച്ചു. നിർത്തിയിട്ട ലോറിക്ക് പിന്നിൽ കാർ ഇടിച്ചാണ് അപകടം. അച്ഛനും 2 വയസ്സുള്ള മകനുമാണ് മരിച്ചത്. കൂടുതൽ വിശദാംശങ്ങൾ പ്രസാദ് ഉടുമ്പശ്ശേരി നൽകും. പ്രസാദ്, ഈ അപകടം എപ്പോഴായിരുന്നു? അപകടത്തിൽപ്പെട്ടത് ആരെല്ലാമാണ്? മറ്റു വിശദാംശങ്ങൾ എന്തെല്ലാം? ഇന്ന് 3:30-ക്കാണ് ഈ അപകടം ഉണ്ടാകുന്നത്. കേരളത്തിൽ നിന്നും പഴനി ഭാഗത്തേക്ക് പോകുന്ന സമയത്താണ് പഴനി ഉടുമല ബൈപ്പാസ് റോഡിൽ വയലൂരിൽ വെച്ച് നിർത്തിയിട്ട ലോറിക്ക് പിന്നിൽ കാർ ഇടിച്ചത്. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ അച്ഛനും മകനും 2 വയസ്സുള്ള മകനും മരിച്ചിട്ടുണ്ട്. ഇവര് ഭാര്യയും മകളും രണ്ടുപേരും അതീവ ഗുരുതരാവസ്ഥയിൽ ഉടുമല സർക്കാർ ആശുപത്രിയിലേക്ക് മാറ്റി. മറ്റവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. കാരണം ഇവരുടെ ബന്ധുക്കളോ അല്ലെങ്കിൽ മറ്റ് മേൽവിലാസമൊന്നും തന്നെ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. എന്നാൽ ഇതിന്റെ കാറിന്റെ രജിസ്ട്രേഷൻ കണ്ണൂർ തളിപ്പറമ്പ് രജിസ്ട്രേഷനാണ് വാഹനമുള്ളത്. നമുക്ക് ലഭിക്കുന്ന വിവരം അവിടെ നിന്നും തമിഴ് മാധ്യമ പ്രവർത്തകർ നമ്മളോട് പറയുന്നത് മലപ്പുറം സ്വദേശികളാണ് എന്നുള്ളതാണ്. പക്ഷെ നമുക്കത് സ്ഥിരീകരിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ആ പേരുകളോ അല്ലെങ്കിൽ അത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങളോ നൽകാൻ കഴിയാത്തത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ആരാണ് മരിച്ചത് എന്ന് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ ലഭ്യമാക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ന് 3:30 കൂടിയാണ് ഈ അപകടം ഉണ്ടാവുകയും ദാരുണമായി 2 പേർ മരിക്കുകയും ചെയ്യുന്നത്. പ്രസാദ്, ഈ വാഹനത്തിൽ ഇവർ 2 പേർ മാത്രമായിരുന്നു അതോ മറ്റാരെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നു? അങ്ങനെ സംബന്ധിച്ച വിവരങ്ങൾ ലഭ്യമാണോ? പേരാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നത്. ഭാര്യയും ഭർത്താവും 2 മക്കളും. അതിൽ അച്ഛനും മകനുമാണ് കുട്ടിയുമാണ് മരിച്ചിട്ടുള്ളത്. ആ ദൃശ്യങ്ങളിൽ തന്നെ സംഭവ സ്ഥലത്ത് വെച്ച് മരിച്ചു എന്നുള്ളതാണ്. അച്ഛനും മകനും സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. ഭാര്യയ്ക്കും മകൾക്കും ഗുരുതര പരിക്കേറ്റിട്ടുണ്ട്. അവരെ സമീപത്തെ സർക്കാർ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പോലീസ് ഇവരെ സംബന്ധിച്ചുള്ള സ്വാമിനാഥപുരം പോലീസ് സ്റ്റേഷനിലെ പരിധിയിൽപ്പെട്ടാണ് ഈ അപകടം ഉണ്ടായിട്ടുള്ളത്. നമ്മൾ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചിരുന്നു. അപ്പോൾ അവർ പറയുന്നത് അത് സംബന്ധിച്ചുള്ള അഡ്രസ്സ്, മേൽവിലാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ലഭിക്കുന്നതേ ഉള്ളൂ. അവരുടെ ബന്ധുക്കളെയും മറ്റും കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്തായാലും നമ്മൾ ഈ വാഹനത്തിൽ മോട്ടോർ വാഹന ഇതിന്റെ സൈറ്റിൽ നോക്കുമ്പോൾ അത് തളിപ്പറമ്പ് രജിസ്ട്രേഷനാണ് വാഹനമുള്ളത്. പക്ഷേ അതുകൊണ്ട് മാത്രം അവിടുത്തെ ഉള്ള ആളാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. തമിഴ്നാട്ടിലെ അവിടുത്തെ പ്രാദേശിക മാധ്യമ പ്രവർത്തകരോടുമായി നമ്മൾ സംസാരിച്ചിരുന്നു. അപ്പോൾ അവർ പറയുന്നത് അവർക്ക് ലഭിച്ചിട്ടുള്ള വിലാസം മലപ്പുറത്തെ വിലാസമാണ്. അതിനകത്തൊരു ആശയക്കുഴപ്പമുണ്ട്. അതുകൊണ്ടുകൂടിയാണ് നമ്മൾ ആ പേരുകൾ ഇപ്പോൾ നമുക്ക് നൽകാൻ കഴിയാത്ത ഒരു സാഹചര്യമുള്ളത്. എന്തായാലും പോലീസ് ഇക്കാര്യം സ്ഥിരീകരിച്ചതിന് ശേഷം അതിന്റെ വിശദാംശങ്ങൾ നമുക്ക് നൽകാവുന്നതാണ്. ശരി പ്രസാദ്, പഴനി വയലൂരിലാണ് കാർ അപകടത്തിൽ 2 പേർ മരണമടഞ്ഞിരിക്കുന്നത്. പ്രസാദ് ഉടുമ്പശ്ശേരിയാണ് വിവരങ്ങൾ നൽകിയത്.